ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കുറേ വർഷക്കാലമായി ബ്രസീൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് നല്ല ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് താരങ്ങളെ ബ്രസീലിന് സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ സ്ഥിരമായി ഗോളടിക്കുന്ന ഒരൊറ്റ താരത്തെയും ഇതുവരെ കണ്ടെത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി ബ്രസീലിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു പരിഹാരം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സീനിയർ പരിശീലകനായ വാൻഡർലൈ ലക്സംബർഗോ. അതായത് അദ്ദേഹം പറയുന്നത് നെയ്മർ ജൂനിയറെ ഫോർവേഡ് ആയിക്കൊണ്ട് അഥവാ സ്ട്രൈക്കർ ആയിക്കൊണ്ട് കളിപ്പിക്കണം, എന്നാൽ ഗോളടി ക്ഷാമത്തിന് പരിഹാരം കാണാൻ നെയ്മർക്ക് കഴിയും. നെയ്മറുടെ ഫിനിഷിംഗ് കപ്പാസിറ്റി അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കിലിയൻ എംബപ്പയെ ഫ്രഞ്ച് ദേശീയ ടീം ഉപയോഗപ്പെടുത്തുന്നത് പോലെ നെയ്മർ ജൂനിയറെ ആ ഒരു റോളിൽ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയാണ് ഇപ്പോൾ വാൻഡർലൈ ലക്സംബർഗോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയറെ സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കിലിയൻ എംബപ്പയെ ഫ്രഞ്ച് ദേശീയ ടീം ഉപയോഗപ്പെടുത്തുന്നത് നോക്കൂ. എംബപ്പെ കളി ഉണ്ടാക്കുകയും ഗോളടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രൂപത്തിൽ നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്തണം. സ്ട്രൈക്കർ പൊസിഷനിൽ നെയ്മറെ കളിപ്പിക്കണം. നെയ്മറിലേക്ക് ബോൾ എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ഗോളടിക്കും. അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് കപ്പാസിറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നെയ്മറെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ ബ്രസീലിൻ്റെ ഗോളടി ക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. ഇതാണ് വാൻഡർലൈ ലക്സംബർഗോ എന്ന സീനിയർ പരിശീലകൻ ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത്. നെയ്മർ ജൂനിയറെ മുന്നേറ്റ നിരയിൽ ഫോർവേഡ് ആയിക്കൊണ്ട് സ്ട്രൈക്കർ ആയിക്കൊണ്ട് കളിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, നിലവിൽ ഒരുപാട് സ്ട്രൈക്കർമാരെ ബ്രസീലിയൻ ദേശീയ ടീമിന് ലഭ്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇഗോർ തിയാഗോ ബ്രസീലിന് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയം നെയ്മറുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ ഇല്ല. അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.